ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വഭാവമുണ്ട്. എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ആശ മുങ്ങും. പിന്നെ ആ ഏരിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ ഏരിയ എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഇവിടെ കള്ളത്തരം നടന്ന്, ഇവിടെ വോട്ട് ചോർച്ച നടന്ന്, ഇവിടെ BJP ജയിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ സമയത്ത് ഈ മനുഷ്യൻ ഒന്നീ പട്ടായ, അല്ലെങ്കിൽ മലേഷ്യ, അല്ലെങ്കിൽ വിയറ്റ്നാം, എവിടെയെങ്കിലും ഒക്കെ പോകും. ഇപ്പോഴും ആശ ഇവിടെ ഇല്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തു, ഇദ്ദേഹം മുങ്ങി. അപ്പൊ ഇദ്ദേഹം ഒരു യാത്രയൊക്കെ നടത്താൻ തീരുമാനിച്ചു. യാത്രയൊക്കെ പൊട്ടി പാളിസായപ്പോ തേജസ്വി യാദവ് എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇനി ഞാനൊന്ന് നടത്തി നോക്കട്ടെ. ഇപ്പൊ സത്യത്തിൽ ആ പരിപാടി പൊളിച്ച് നിങ്ങൾ എവിടെ പരിപാടി വധിച്ചാലും പൊളിയും. ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് മക്കളെയും ഭാര്യയൊക്കെ കാണരുത്. ദേശീയ മാഗസിൻ അത്തരത്തിൽ ഒരു വാർത്ത ചെയ്തിരുന്നു, ഫോട്ടോസ് ഒക്കെ ഉൾപ്പെടെ. അപ്പൊ അവര് സ്ഥലങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും മിണ്ടിയിട്ടില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. വേണമെങ്കിൽ ഇവർക്ക് ഡിഫാമേഷന് പോവാം, അത് അവർ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ പരസ്യമായിട്ടൊരു ദേശീയ മാഗസിൻ പറയുമ്പോൾ അത് ചെയ്യാൻ അവർക്ക് തിരിച്ച് മറുപടി പറയാലോ. അത് പറഞ്ഞില്ല. ഇദ്ദേഹം രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് ഒരു ഭാര്യയുണ്ട്. ഈ നരേന്ദ്രമോദി ബ്രഹ്മചാരിയല്ല, വലിയ കണ്ടുപിടുത്തം പോലെ കണ്ടുപിടിച്ചോണ്ട് വന്നു. അപ്പൊ ആ സ്ത്രീ തന്നെ പറഞ്ഞു കല്യാണം കഴിച്ച് ഒരു ദിവസം പോലും ഒരുമിച്ച് താമസിച്ചിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിച്ചോണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന ചിത്ര സിനിമയിൽ ശ്രീനിവാസല്ലേ കിട്ടി ഇത് കത്തിയല്ല. അതുപോലെയാണ് വരുന്നത്. എന്തായാലും ഇപ്പൊ ബീഹാറിൽ ഈ കോൺഗ്രസ് MP, അതായത് നമ്മളെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ ഒരു നേതൃത്വത്തിൽ നടന്ന വോട്ടർ പട്ടിക യാത്ര അവസാനിച്ചതിന് പിന്നാലെ തന്നെ സ്വന്തമായിട്ട് മറ്റൊരു യാത്ര നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ RJD നേതാവ് തേജസ്വി യാദവ്. രാഹുൽ ഗാന്ധി കടന്നുപോയ ജില്ലകളിൽ മാത്രമല്ല, അവിടെ പോകാത്ത കുറച്ച് ജില്ലകളും കൂടെ ഉണ്ട്. അവിടെയും കൂടെ പോകണം, അവിടെയും കൂടെ ഈ യാത്ര കൊണ്ടുപോകണം, ഈ റോഡ് ഷോ നടത്തണം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്ര അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ സഖ്യത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ യാത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം വലിയ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയം ആകാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷിച്ച രീതിയിൽ ആളുകളെ തെരുവിലേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നല്ലോ ഉദ്ദേശം സർക്കാരിനെതിരെ. അത് നടന്നില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു തിരിച്ചടിയും കൂടെ ഇതിന് കിട്ടി. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ അമ്മയൊക്കെ ഇതിനകത്ത് അനാവശ്യമായിട്ട് വലിച്ചിട്ടു. അത് മൊത്തം പരിപാടിയും കുളമായി. അവിടുത്തെ ജനങ്ങൾ ഇവർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെയൊക്കെ ആയി അത് മൊത്തം കുളമായി പരിപാടി. അപ്പൊ ഇത് ഒരു 20 വയസ്സുള്ള ഒരു പയ്യൻ, എന്താണ് മുസ്ലിം പയ്യനാണ് ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞത് നരേന്ദ്രമോദി പരസ്യമായി ചീത്ത വിളിച്ചു. ഇത് അവരാദ്യം പറഞ്ഞത് BJP-കാരനാണ്, സംഘിയാണ് വന്നത്, സംഘി അവന്മാരെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അന്വേഷണം വന്നപ്പോൾ ഇദ്ദേഹം ഒരു മുസ്ലിമാണ്. ഈ പയ്യൻ കോൺഗ്രസിനടുത്ത് ആഭിമുഖ്യമുള്ള പയ്യനാണ്. അപ്പൊ അതോടെ അതും പൊളിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് പോയി. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉയർത്തിയായിരുന്നല്ലോ അദ്ദേഹം ആദ്യം വന്നത്. അപ്പൊ തെളിവ് എവിടെയെന്ന് ബീഹാറിലെ ജനങ്ങൾ ചോദിച്ചു. തെളിവ് ഓക്കെ, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. തെളിവ് പറയടാ, പറയാം, പിറ്റേ ദിവസം അങ്ങനെ കാണാനില്ല. ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ട് വാരാണസിയിലെന്ന് പറഞ്ഞ്. ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാനാണ് ഇപ്പൊ പോയിരിക്കുന്നത് വിയറ്റ്നാമില്. അപ്പം നരേന്ദ്രമോദിയുടെ അമ്മയെ വരെ ഇതിലേക്ക് അനാവശ്യമായിട്ട് വലിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ബീഹാറിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചടിയാവുമോ എന്നുള്ളൊരു പേടി ഇപ്പൊ ഇന്ത്യ സഖ്യത്തിനുണ്ട് ഇലക്ഷനില്. അത് കോൺഗ്രസിന് കോൺഗ്രസിന് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടും. അത് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ബീഹാറിലുള്ള സീറ്റുകളൂടി പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉള്ള സീറ്റുകളൂടി നഷ്ടപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇന്ത്യ സഖ്യത്തിന് ഇത് മനസ്സിലായി. അതുകൊണ്ട് തേജസ്വി യാദവ് ഇപ്പൊ മുന്നിട്ടിറങ്ങിയിട്ട് ഒരു നീക്കം അണിയറയിൽ ഇപ്പൊ നടത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഇപ്പോൾ അടിച്ച് പിരിഞ്ച് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം പിന്നെ അവിടെ ചില ജില്ലകളുടെ പേരാണ് പറയുന്നത്: ബക്സർ, കൈമൂർ, അർവാൾ, ജൈനാബാദ്, ബംഗ, കിഷൻഗ്, സഹർസ, ബഗേരിയ, മധേപുരി, വൈശാലി, സമസ്തിപൂർ, പിന്നെ ബേഗുസരായ് തുടങ്ങിയ ജില്ലകളിലടക്കം തേജസ്വിയുടെ നേതൃത്വത്തിൽ ഇവിടെയൊന്നും പോകാത്ത സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ യാത്ര കടന്നു പോകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പൊ നിനക്കിത് ചെയ്യാൻ അറിയൂടാ, ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് വോട്ടർ അധികാര യാത്ര എന്നുള്ള രീതിയിൽ. ഇപ്പൊ വോട്ടർ അധികാര യാത്രയിൽ സംസ്ഥാനത്തെ 38 ജില്ലകളിൽ 25 എണ്ണത്തിലും പ്രചാരണം നടത്തിയിരുന്നു. പിന്നെ ബാക്കി 13 ജില്ലകളുണ്ട്. അപ്പം വോട്ട് കൊള്ളക്കെതിരെ നിലകൊള്ളണമെന്നായിരുന്നു ആഹ്വാനം, രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം.
അപ്പൊ ഈ യാത്ര നമ്മൾ കണ്ടതാണ്. ഈ പലതരത്തിലെ സോഷ്യൽ മീഡിയയുടെ നാഷണൽ ടീം അംഗങ്ങൾ എന്താണ് ഇവരുടെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ടീം അംഗങ്ങളുണ്ടല്ലോ, IT സെല്ല്, ഏറ്റവും സ്ഥലങ്ങളിൽ ആളുകൾ കൂടി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര എന്നൊക്കെ ഉള്ള രീതിയിൽ, അതായത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഒഡീസയിലേക്കുള്ള ക്ഷേത്രങ്ങളിലെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇതാണ് വോട്ടർ അധികാര യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിയെന്ന് ജനപങ്കാളിത്തത്തിന്റെ ഫോട്ടോ കണ്ടോ? അതിന് നല്ലത് ഗണേശ ചതുർത്ഥിയിൽ ആളുകൾ കുറച്ചുകൂടെ കൂടും. അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിക്കാർ നിന്നാ മതിയില്ല. തൽക്കാലം ഗണപതി ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കയറി നിൽക്കട്ടെ, അത് ചെയ്യും മണ്ടരല്ലേടാ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടതാണ് ഈ കൂലിക്ക് ആളെ വെച്ചിട്ട് ഈ വോട്ടർ അധികാര യാത്രയിലേക്ക് ജനപങ്കാളിത്തം ഉണ്ടെന്നുള്ളൂ ദേശീയ മാധ്യമങ്ങളെ. എന്തിനാ നിങ്ങൾ വന്നത്? ആ ഫ്രണ്ടിയുടെ പരീക്ഷ വിളിച്ച് ബിരിയാണിയും കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ ദേശീയ മാധ്യമങ്ങളുടെ മുൻപാകെ ഇത്തരത്തിലുള്ള ഈ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി അവരുടെ PR ഏജൻസികളൊക്കെ എത്തിച്ചത് നമ്മൾ ഞാൻ ആലോചിക്കണം. ഇത്രയും അപഹാസ്യനായ ഒരു നേതാവ് കോൺഗ്രസിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും തരം താഴെ ഇത്രയും അപഹാസ്യനായ തൊടുന്നതെല്ലാം വിഡ്ഢിതരം, പറയുന്നതെല്ലാം പൊട്ടത്തരം. എന്തൊരു മനുഷ്യനാ, എങ്ങനെ ഇങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഓരോ പാർട്ടികളായിട്ട് അതിൽ നിന്ന് അടർന്നടർന്നു പോകുന്നത്. ആദ്യം ആം ആദ്മി പാർട്ടിയായിരുന്നു പോയത്, പിന്നീട് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി, നമ്മൾ ഇനി കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമായിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചോളാം, ആ ഒരു രീതിയിൽ വന്നു. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രീതിയിലേക്ക് ആദ്യം തന്നെ വന്നു. 6 മാസം കൊണ്ട് തന്നെ അവര് പോയി. അപ്പൊ ഇപ്പോൾ ചെറിയ 1-2 പാർട്ടികൾ മാത്രം കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇന്ത്യ സഖ്യത്തിലേക്ക് ഈ വലിയ താല്പര്യമൊന്നും മറ്റുള്ള ഘടകകക്ഷികൾക്ക് ഇല്ല എന്നുള്ളതാണ് നിലവിൽ. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പക്ഷെ അവിടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ അവിടെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അവിടെ കാണേണ്ടതാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശത്താണ്. അതായത് വിയറ്റ്നാം, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സന്ദർശനം നടത്തിയിരിക്കുന്നത്. എന്തിനു പോയി എന്ന് ചോദിച്ചപ്പോൾ രാഹുലോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതിന് ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നാണ് നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അടിക്കടി മോദിക്കെതിരെ ഉള്ള തന്ത്രങ്ങൾ വേണേ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും. അവിടെ ഇരുന്നാലേ പറ്റൂ. അവിടെ അറ്റ്മോസ്ഫിയർ ശരിയല്ല. അടിക്കടി എല്ലാ ആഘോഷങ്ങൾക്കും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോകുന്നത് നമ്മൾ കണ്ടുള്ളൂ. അപ്പൊ ഇത് കാമുകിയെ കാണുന്നതിനാണോ അതോ അവിടെ രാഹുലിന് കുടുംബമുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിലിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില ദേശീയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാസികകൾ അടക്കം ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കുറെ വിവരങ്ങൾ മാഗസീനിലൊക്കെ 1-2 എപ്പിസോഡായിട്ട് ഇതൊക്കെ ഒരു ഫീച്ചറായിട്ട് അവർ ചെയ്തിരുന്നു. അപ്പൊ അതിലൊന്നും തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി യാതൊരു രീതിയിലുള്ള മറുപടിയും നൽകിയില്ല എന്ന് മാത്രമല്ല അത് കേസിന് പോകാൻ പോലും ഒരു തയ്യാറായില്ല. അപ്പം സ്വാഭാവികം നമുക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം ഉന്നയിക്കുമ്പോൾ നമുക്കൊരു കുടുംബമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇമേജ് ഉണ്ടെങ്കിൽ, സോഷ്യൽ ഇമേജ് ഉണ്ടെങ്കിൽ, നമ്മളെ പറ്റി അഭിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മാഗസീൻ കേസ് പോകും. അപ്പൊ ആ സ്ഥാപനത്തിന് വക്കീൽ നോട്ടീസിന് ഒന്നും ഇവർ അയച്ചിട്ടില്ല, അത്തരത്തിൽ ഒന്നും ഇവർ പോയിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതി ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല എന്ന് തന്നെ ഇതൊക്കെ സത്യമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാകാനാണ് വഴി എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പറയുന്ന പോലെ ദീപാവലിക്ക് ഇദ്ദേഹം വിയറ്റ്നാമിലില്ല. ഇവിടെ രാജ്യത്ത് എന്താഘോഷം നടന്നാലും ഇദ്ദേഹം വിയറ്റ്നാമിലാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യം വിയറ്റ്നാമിലാണ്. എവിടെ പോയാലും ഇപ്പോഴും വിയറ്റ്നാമിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സുരക്ഷാ വിങ് ഉണ്ട്. അവർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി നമ്മളോടൊന്നും പറയാതെ തന്നെ അടിക്കടി വിദേശയാത്രയ്ക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇത്ര ദുരൂഹതം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്? അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇപ്പൊ തന്നെ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല. അപ്പൊ BJP ഇത് ചോദിച്ചു, എവിടെ രാഹുൽ ഗാന്ധി, എവിടെ പ്രതിപക്ഷ നേതാവ്, എവിടെ രാഹുൽ ഗാന്ധി എവിടെയെന്നല്ല ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ വേറൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നാൽ നമ്മൾ രാഹുൽ ഗാന്ധി എവിടെ എന്ന് ചോദിക്കൂല. പക്ഷെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി, കാരണം ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വേണം, പ്രതിപക്ഷ നേതാവില്ല. അങ്ങനെ എന്തായാലും ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ വിമർശിക്കാത്തത്. പക്ഷെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കാണിക്കേണ്ട ഒരു മര്യാദയാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഭാഗ്യത്തിന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇദ്ദേഹം അത് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇദ്ദേഹം ഉണ്ടായിരിക്കും. അന്ന് ഇവിടെ ഉണ്ടായിട്ട് റഫേൽ എവിടെ, മറ്റേത് എവിടെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാമുകിയായിട്ട് ഇദ്ദേഹം തെറ്റുമ്പോഴായിരിക്കും ഇവിടെ വന്നിരുന്ന് നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് എന്താ ഏതായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിക്കുക. ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ ഈ ജതിൻ രാംദാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കഥാപാത്രം വരുമ്പോൾ മഞ്ജു വാര്യറിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, കാരണം പറഞ്ഞു പഠിപ്പിച്ച് വിട്ടേക്കാണല്ലോ.
അപ്പോൾ പറയുന്നുണ്ട് ഡയലോഗുണ്ട്, 1 വർഷം ഞാൻ നോക്കും. എന്താ മുഖ്യമന്ത്രി സ്ഥാനമാണോ, അത് ജോലി പോലെ പറയുന്നത്. 1 വർഷം എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും എന്ന് പറയും. എനിക്ക് തോന്നുന്ന ഇതുപോലെ ഓരോ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും കിട്ടുമ്പോഴും ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, 1 മാസം ഞാൻ നോക്കും, ഇത് കൊളുത്തിയില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. പിന്നെ ഇവര് പോയി പിടിച്ചോണ്ട് വരും, വിയറ്റ്നാമിൽ വാടാതെക്കരെ വാമനെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. ഇത് പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും എന്നും പറയും. ഇതാണ് സംഭവിക്കുന്നത്.